ഹലോ ഡിയേഴ്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു PSC ജോബ് എത്രയും പെട്ടെന്ന് നേടാൻ നമ്മുടെ ലക്ഷ്യം കറക്റ്റായിരിക്കണം. ഒരു 50 റാങ്കിനുള്ളിലെത്തി അല്ലെങ്കിൽ 100 റാങ്കിനുള്ളിലെത്തി ജോലിയിൽ കയറുക എന്നത് തന്നെയാവണം നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അല്ലാതെ ലിസ്റ്റിൽ കയറുക എന്ന ലക്ഷ്യം വെച്ച് പഠിച്ചാൽ നമ്മൾ ലിസ്റ്റിൽ കയറുകയുള്ളൂ. വീണ്ടും നമുക്ക് വർഷം നഷ്ടം വരുമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ പഠിക്കാൻ തിരഞ്ഞെടുത്ത ആ ഒരു സമയം, ആ ഒരു കുറച്ചു കാലം എന്തായാലും നമ്മൾ ട്രൈ ചെയ്യേണ്ടി വരും. ആ ഒരു കാലത്തേക്ക് നമ്മൾ കുറച്ച് 2-3 തരം ആൾക്കാരെ തൽക്കാലത്തേക്കൊന്ന് നമ്മൾ തന്ത്രപൂർവ്വം ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. ആ തരം ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. ഇതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. ഒന്നാമത്തത് നമ്മുടെ സമയം കൊല്ലുന്ന സുഹൃത്തുക്കളെയാണ്. വെറുതെ അതും ഇതും പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി സംസാരിച്ച് ചായ കുടിച്ച് അങ്ങനെയൊക്കെ സമയം പോക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതാരൊക്കെയാണ്, എന്തൊക്കെയാണ്? നമ്മുടെ ഈ പഠനത്തിന് തടസ്സം നിൽക്കാൻ സാധ്യതയുള്ളവരെ നമ്മൾ മുൻകൂട്ടി കാണുകയും അവർ വരുമ്പോൾ തന്നെ അവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ മാക്സിമം നമുക്ക് എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് അവരെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇത് നമുക്ക് പ്രധാനമാണ്. നമ്മുടെ സമയം എന്നത് വിലപ്പെട്ടതാണ്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ജോലി നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അത്രയും കുറേ മാനസിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. മാക്സിമം ടൈം നമുക്ക് പഠനത്തിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ ആൾക്കാർ നമ്മളിലേക്ക് നെഗറ്റീവ് കയറ്റി വിടുന്നവർ. നമ്മൾ ഓൾറെഡി കുറേ പ്രയാസങ്ങളിലൂടെ ആയിരിക്കും പോകുന്നത്, സ്ട്രെസ്സിലൂടെ ആയിരിക്കും. അതിൻ്റെ കൂടെ നമ്മളിലേക്ക് നെഗറ്റീവ് കയറ്റി വിടുന്ന കുറേ ആൾക്കാർ. ഇതൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ വെറുതെ സമയം പോക്കുകയാണ്, വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളിലേക്ക് നെഗറ്റീവ് കടത്തിവിട്ട് നമ്മളെ ഡൗൺ ആക്കുന്ന ചില വ്യക്തികളുണ്ട്. അത് നമുക്ക് തന്നെ അറിയാം. ഇന്ന ആൾക്കാർ ഇന്ന രീതിയിലാണ് നമ്മളോട് സംസാരിക്കുക എന്നുള്ള രീതി നമുക്ക് തന്നെ അറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോഴേ തന്നെ മാക്സിമം അവർ ആ രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ സ്വയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് ആ ഒരു ഡൗണിലേക്ക് നമ്മൾ പോവും. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചിന്ത നമുക്കും വന്നു ചേർന്നേക്കാം. നമ്മൾ എത്ര പോസിറ്റീവായിട്ട് നിന്നാലും ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ആ ചിന്ത വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മളിലേക്ക് നെഗറ്റീവ് കയറ്റി വിടുന്ന ആൾക്കാരെ നമ്മൾ തൽക്കാലം ഈ ഒരു ടൈമിൽ അവരെ തന്ത്രപൂർവ്വം മാറ്റി വയ്ക്കേണ്ടതുണ്ട്. പിന്നെ മൂന്നാമത്തെ കൂട്ടർ നമ്മുടെ മനഃപൂർവ്വം കുത്തി നോവിക്കുന്നവർ, പരിഹസിക്കുന്നവർ. കുറേ കാലമായില്ലേ പോകുന്നതൊന്നും കിട്ടിയില്ലേ അല്ലേ, കോച്ചിങ്ങിന് പോവുകയാണോ, ക്ലാസ്സിന് പോവുകയാണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നമ്മളെ ഒരു കുത്തി നോവിക്കുന്ന ആൾക്കാരുടെ മനഃപൂർവ്വം. അല്ലെങ്കിൽ മറ്റവന് കിട്ടിയല്ലോ നിനക്ക് കിട്ടിയില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ വെറുതെ അവർക്ക് അതൊരു രസമാണ്, അവർക്കൊരു സംതൃപ്തിയാണായിരിക്കും എന്തോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മാറ്റി വെക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവരെയും കാണുന്ന സമയത്ത് ആ ഒരു സംസാരം നമ്മൾ മാക്സിമം ഒഴിവാക്കുന്ന രീതിയിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ മുന്നിൽപ്പെടാതെ മാക്സിമം നോക്കുക. അത് തന്നെ. അപ്പോഴേ ഈ ഒരു 3 കൂട്ടരെ നമ്മൾ ഈ പഠന കാലയളവിൽ മാറ്റി വെക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ തന്ത്രപൂർവ്വം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. അവരുമായിട്ട് അധികം ഇടപെടാതെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മൾ വൈകുന്നതോടുകൂടി ഈ പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒക്കെ കൂടിക്കൂടി വരും. അപ്പോൾ അതിനൊന്നും ഇട ഉണ്ടാവാതെ, അല്ലെങ്കിൽ അത് കേട്ടാലും നമ്മൾ അതിനെയൊക്കെ ഒരു ഊർജ്ജമായിട്ട് എടുക്കുക. അല്ലാതെ ഡൗൺ ആയി പോകരുത്. അവരുടെ ഈ വാക്കുകൾ, നമുക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ ഇവർ ഈ പരിഹസിച്ചവരെന്നെ നമ്മളെ അഭിനന്ദിക്കാനായിട്ട് വരും. അപ്പം അതൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അപ്പോൾ അതിലൊന്നും അവരുടെ ഒരു വാക്കുകളിലും നമ്മൾ ഡൗൺ ആയി പോവാതെ നമ്മുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ജോലി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാർഡ് വർക്ക് തന്നെ ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. നല്ലവണ്ണം കഷ്ടപ്പെട്ടാലേ നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം എല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ കേൾക്കുന്ന സുഹൃത്തുക്കൾക്ക് ജോലി ലഭിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു.